എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം ഫിനാൻസ് സ്പെഷ്യലൈസേഷന്റെ പേപ്പറായ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ 4th മൊഡ്യൂൾ ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഡിവിഡൻഡിന്റെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ 14 വർഷങ്ങളായി 2010 മുതൽ 2023 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ 2 മാർക്ക് 5 മാർക്ക് അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 2 മാർക്ക് സെക്ഷൻ നോക്കാം. What is dividend? Dividend is a part of profit which is distributed among shareholders to the company. ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഇങ്ങനെ ഓർത്ത് വെക്കുക, പ്രോഫിറ്റിൻ്റെ പാർട്ടാണ്, അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡിവിഡൻഡ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. പ്രോഫിറ്റിൻ്റെ പാർട്ടാണ് ഡിവിഡൻഡ്, അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അടുത്തതാണ് ക്യാഷ് ഡിവിഡൻഡ്. ദിസ് ഈസ് ദി മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ഡിവിഡൻഡ്. ഒരുപാട് ടൈപ്പിലുള്ള ഡിവിഡൻഡ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പോപ്പുലർ ഫോം എന്ന് പറയുന്നത് ക്യാഷ് ഡിവിഡൻഡ് ആണ്. ഒരുവിധം കമ്പനികളെല്ലാം ക്യാഷിൻ്റെ രൂപത്തിലായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഈസ് കോൾഡ് ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷിൻ്റെ രൂപത്തിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അടുത്തതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. ഇഫ് കമ്പനി ഈസ് നോട്ട് ഹാവിംഗ് സഫിഷ്യൻറ്റ് ക്യാഷ് ബാലൻസസ്, കമ്പനിക്ക് ആവശ്യത്തിന് ക്യാഷ് ഇല്ലാതിരിക്കുകയും കമ്പനി മേ പേ ഡിവിഡൻഡ് ഇൻ ദി ഫോം ഓഫ് ഷെയർസ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഡിവിഡൻഡ്. അത്തരം സാഹചര്യങ്ങളിൽ കമ്പനി ഷെയറിൻ്റെ രൂപത്തിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെങ്കിൽ അതിനെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോക്ക് ഷെയർ ഡിവിഡൻഡ് ആണ്. അല്ലെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ഷെയർ, അതിന് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നു. അടുത്തതാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. ഇതാണ് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കണ്ടിട്ടുള്ളത്. നമുക്ക് എന്താണ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് നോക്കാം. ഇഫ് കമ്പനി ഈസ് നോട്ട് ഹാവിംഗ് സഫിഷ്യൻറ്റ് ക്യാഷ് ബാലൻസസ്, കമ്പനി മേ പേ ഡിവിഡൻഡ് ഇൻ ദി ഫോം ഓഫ് പ്രോമിസറി നോട്ട് ഈസ് കോൾഡ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. കമ്പനിക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇല്ലാതെ വരികയും അത്തരം സാഹചര്യങ്ങളിൽ കമ്പനി ഡിവിഡൻഡ് പ്രോമിസറി നോട്ടിൻ്റെ രൂപത്തിലാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ അതിനെ സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ക്യാഷ്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഷെയർ, സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ പ്രോമിസറി നോട്ട്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിച്ചോളാം. ബോണ്ട് ഡിവിഡൻഡ്. ഇഫ് കമ്പനി ഈസ് നോട്ട് ഹാവിംഗ് സഫിഷ്യൻറ്റ് ക്യാഷ് ബാലൻസസ്, കമ്പനി മേ പേ ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ബോണ്ട് ഓർ ഡിബഞ്ചർ. കമ്പനിക്ക് ആവശ്യത്തിന് ക്യാഷ് ഇല്ലാതെ വരികയും അത്തരം സാഹചര്യങ്ങളിൽ കമ്പനി ബോണ്ടിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ രൂപത്തിലാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എങ്കിൽ അതിനെ ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നു. കമ്പനി മേ പേ ഡിവിഡൻഡ് ഇൻ ദി ഫോം ഓഫ് ബോണ്ട് ഓർ ഡിബഞ്ചർ. ബോണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെയോ രൂപത്തിലാണ് കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇഫ് കമ്പനി ഈസ് നോട്ട് ഹാവിംഗ് സഫിഷ്യൻറ്റ് ക്യാഷ് ബാലൻസസ്, കമ്പനി മേ പേ ഡിവിഡൻഡ് ഇൻ ദി ഫോം ഓഫ് അസറ്റ്സ് ഈസ് കോൾഡ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. കമ്പനിക്ക് സഫിഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ കമ്പനി അസറ്റ് കൊടുത്തുകൊണ്ടാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എങ്കിൽ അതിനെ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചോളൂ. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഷെയർ, സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ട്, ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ, ദെൻ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അസറ്റ്. അടുത്തതാണ് റെഗുലർ ഡിവിഡൻഡ്. ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് പീരീഡ് ഈസ് കോൾഡ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. ഒരു ട്രേഡിംഗ് ഇയർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്ന സമയത്താണ് കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുന്നതെങ്കിൽ അതിനെ റെഗുലർ ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് പീരീഡ് ഈസ് കോൾഡ് റെഗുലർ ഡിവിഡൻഡ്. അടുത്തതാണ് ഇന്ററിം ഡിവിഡൻഡ്. ഡിവിഡൻഡ് പെയ്ഡ് ബിഫോർ പേയിങ് ഫൈനൽ ഡിവിഡൻഡ് ഈസ് കോൾഡ് ഇന്ററിം ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് പേ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പേ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പെയ്ഡ് ബിഫോർ പേയിങ് ഫൈനൽ ഡിവിഡൻഡ് ഈസ് കോൾഡ് ഇന്ററിം ഡിവിഡൻഡ്. അടുത്തത് ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസി മീൻസ് പോളിസി റിലേറ്റിംഗ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആസ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്.
ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ പോളിസിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡിവിഡൻഡ് പോളിസി എന്ന് ചോദിച്ചാൽ, ഡിവിഡൻഡ് പോളിസി ഈസ് എ പോളിസി റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പർട്ടിക്കുലർ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന പോളിസിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. It is the total amount of dividend that a company pay to shareholders relative to its net income. ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനി എത്ര എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എന്നതിൻ്റെ ആ ഒരു റേഷ്യോനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അഥവാ DP റേഷ്യോ എന്ന് പറയുന്നത്. അതൊന്നുകൂടെ നന്നായിട്ട് നോക്കിക്കോ. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്, മൊത്തം എമൗണ്ട് ഉണ്ടല്ലോ ഡിവിഡൻഡിന്റെ, എ കമ്പനി പേ ടു ഷെയർ ഹോൾഡേഴ്സ്, കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന മൊത്തം ആ ഒരു ഡിവിഡൻഡ് ഉണ്ടല്ലോ, അതും നെറ്റ് ഇൻകവും തമ്മിലുള്ള ആ ഒരു റേഷ്യോ. ഇനി ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു വഴി പറഞ്ഞു തരാം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഡിവിഡൻഡ് ആൻഡ് നെറ്റ് ഇൻകം. ടോട്ടൽ ഡിവിഡൻഡ് ആൻഡ് നെറ്റ് ഇൻകം, ടോട്ടൽ ഡിവിഡൻഡും നെറ്റ് ഇൻകവും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. നിങ്ങൾ ആ സ്ക്രീനിൽ ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇറിലവൻസ് കൺസെപ്റ്റും റിലവൻസ് കൺസെപ്റ്റും കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ ആദ്യം മലയാളത്തിൽ പറഞ്ഞു തരാം, എന്നിട്ട് ഈ നോട്ടിൽ തന്നതിനേക്കാൾ ഒന്നുകൂടെ ഷോർട്ടാക്കിയിട്ട് ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞു തരാം. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ, കാരണം ഇത് essay വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡും ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡും. അപ്പം ഞാനതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ പറഞ്ഞു തരാം. ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോൺസെപ്റ്റുകളാണുള്ളത്, നന്നായിട്ട് ശ്രദ്ധിച്ചേ. ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡും മറ്റൊന്ന് റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡും. അത് ക്ലിയർ ആയല്ലോ. ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്, ഒന്ന് ഇറിലവൻസ് കൺസെപ്റ്റും ഒന്ന് റിലവൻസ് കൺസെപ്റ്റും. ഇറിലവൻസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുത്താൽ അത് എന്തിനെ ബാധിക്കുന്നില്ല എന്നാണ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഒന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുത്താൽ അത് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇറിലവൻസ് കൺസെപ്റ്റ് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിലവൻസ് കൺസെപ്റ്റ്. ഡിവിഡൻഡ് കൊടുത്താൽ അത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇത് റിലവൻസ് കോൺസെപ്റ്റ്. ഇറിലവൻസ് കോൺസെപ്റ്റിൽ ഒന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്, തിയറി അഥവാ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി. റിലവൻസ് കൺസെപ്റ്റിൽ നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട്, വാൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡലും അതുപോലെ തന്നെ ഗോർഡൻസ് ഡിവിഡൻഡ് മോഡലും. ഓക്കെ, അപ്പോൾ ഇനി സ്ക്രീനിലേക്ക് നോക്കൂ. ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. അങ്ങനെ പഠിച്ചാൽ മതി. അക്കോർഡിംഗ് ടു ഇറിലവൻസ് കൺസെപ്റ്റ് ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. എന്നാൽ റിലവൻസ് കൺസെപ്റ്റിലോ അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിവിഡൻഡ് പോളിസി ഹാസ് എഫക്റ്റ് ഓൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. ഇനി ഇത് തന്നെയാണ് വാൾട്ടേഴ്സിലും ഗോർഡനിലും ഒക്കെ വരിക. വാൾട്ടേഴ്സിൻ്റെത് ഇറിലവൻസ് കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ വാൾട്ടേഴ്സ് ഡിവിഡൻഡ് തിയറി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഞാൻ ഈ സ്ക്രീനിൽ ഉള്ളതല്ല, ഇതാദ്യം ഞാൻ ടൈപ്പ് ചെയ്തു പോയതാണ്, ഇതിനേക്കാൾ ഷോർട്ടാക്കി തരാം. വാൾട്ടേഴ്സ് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതിക്കോ. ഇറ്റ് ഈസ് ആൻ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. ഒന്നാമത്തെ പോയിന്റായി. വാൾട്ടേഴ്സ് ഡിവിഡൻഡ് തിയറി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. ഒരു പോയിന്റ് ആയല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ദിസ് തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ജെയിം ഇ വോൾട്ടർ. ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ജെയിം ഇ വോൾട്ടർ ആണ്. ഇപ്പൊ രണ്ട് പോയിന്റ് ആയേ. എന്താണ് വാൾട്ടേഴ്സ് ഡിവിഡൻഡ് തിയറി? ഒന്നാമത്തത് ഇറ്റ് ഈസ് എ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. രണ്ടാമത്തത് ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ജെയിം ഇ വോൾട്ടർ. മൂന്നാമത് നമുക്ക് റിലവൻസ് കൺസെപ്റ്റിന്റെ ആ ഒരു മീനിങ് ഇല്ല, അത് തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിവിഡൻഡ് പോളിസി ഹാസ് എഫക്റ്റ് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് മാർക്കറ്റ് വാല്യൂവിനെ ഡിവിഡൻഡ് പോളിസി എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കഴിഞ്ഞു. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു തരണോ? വാൾട്ടേഴ്സ് ഡിവിഡൻഡ് തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ഇ വോൾട്ടർ. According to this theory, dividend policy has effect on market price of share and market value of firm. Okay, ഫേമിന്റെ മാർക്കറ്റ് വാല്യൂലും മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയറിലും എഫക്റ്റ് ഉണ്ട്. അടുത്തത് ഗോർഡൻ മോഡലാണ്. അതും ഞാൻ പറഞ്ഞുതരാം. അതും ഇങ്ങനെ തന്നെ. ഗോർഡന്റെ മോഡൽ, ദിസ് ഈസ് എ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്.
ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ മയോൺ ഗോർഡൻ. മയോൺ ഗോർഡൻ ആണ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ വീണ്ടും അത് തന്നെ, അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിവിഡൻഡ് പോളിസി ഹാസ് എഫക്റ്റ് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടല്ലോ, കേട്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വിത്ത് നോട്ട്. ഈ ഇപ്പോൾ വോയിസിൽ പറഞ്ഞിട്ടുള്ള നോട്ട് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഗോർഡൻസ് മോഡൽ ഓഫ് ഡിവിഡൻഡ് പഠിച്ചു, വാൾട്ടേഴ്സും പഠിച്ചു, റിലവൻസും ഇറിലവൻസും പഠിച്ചില്ലേ? ഒന്നുകൂടെ പറഞ്ഞു തരാം. റിലവൻസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ആണ് അതിലുള്ളത്. ഏതാണ്? മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ. ഓക്കെ, എന്താണ് റിലവൻസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. ഇറിലവൻസ് കൺസെപ്റ്റോ അതിൽ രണ്ടെണ്ണമാണുള്ളത്. ജെയിംസ് ഇ വാൾട്ടറിന്റെ തിയറിയും മയോൺ ഗോർഡന്റെ തിയറിയും. എന്താണ് അതിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിവിഡൻഡ് പോളിസി ഹാസ് എഫക്റ്റ് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. ക്ലിയർ? ദെൻ വാൾട്ടർ ഡിവിഡൻഡ് തിയറി എന്താണ്, അല്ലെങ്കിൽ വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ എന്താണ്? ദിസ് ഈസ് എ relevance concept of dividend. This theory was developed by James E. Walter. According to this theory, dividend policy has effect on market price of share and market value of firm. Then Gordon though, this is a relevance concept of dividend. This theory was developed by Myron Gordon. According to this theory, dividend policy has effect on market price of share and market value of firm. അടുത്തത് 5 മാർക്കിന്റെ ഷോർട്ടസ്റ്റ് സെക്ഷൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന്റെ റിലവൻസ് കൺസെപ്റ്റ് മാത്രം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് റിലവൻസ് കൺസെപ്റ്റ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ. റിലവൻസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ദർ ഈസ് എ എഫക്റ്റ് ഓൺ dividend policy has an effect on market price of share and market value of firm. There are two relevance concepts of dividend. These are Walter's dividend theory and Gordon's dividend theory. Walter's dividend theory is a relevance concept of dividend. This theory was developed by James E. Walter. According to this theory, dividend policy has an effect on market price of share and market value of firm. Then Gordonum കൂടെ എഴുതി വെക്കുക. അടുത്തതാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് എന്നോ ഡിഫറെൻറ്റ് കൈൻഡ്സ് എന്നോ ഒക്കെ ചോദിക്കും 5 മാർക്കിനോ. അതുപോലെ തന്നെ എസ്സേ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിവിഡൻഡ് എന്താണെന്ന് ആദ്യം എഴുതുക, അതിനുശേഷം ടൈപ്സ് ഓരോന്നും പോയിന്റ് നോട്ട് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെയാണ്? ക്യാഷ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ്. സ്റ്റോക്ക് ഡിവിഡൻഡ്, ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ്, എൻ്റെ കൂടെ തന്നെ പറ, നമ്മൾ ഷോർട്ട് 2 മാർക്കിൽ പഠിച്ചതല്ലേ ഇത്, അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്ക്. എസ്സേയും ഇത് ചോദിക്കും, അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ. ഒന്നാമത്തത് ക്യാഷ് ഡിവിഡൻഡ് എന്തായിരുന്നു? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്ക്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ്. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്തായിരുന്നു? ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ഷെയർസ്. സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്താണ്? ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് പ്രോമിസറി നോട്ട്. അടുത്തത് ബോണ്ട് ഡിവിഡൻഡ്, ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ബോണ്ട് ഓർ ഡിബെഞ്ചർ. അടുത്തത് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്തായിരുന്നു? ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് അസെറ്റ്. ഇനി റെഗുലർ ഡിവിഡൻഡ്, ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് ഇയർ. അടുത്തത് ഇന്ററിം ഡിവിഡൻഡ്, ഡിവിഡൻഡ് പേയിങ് ബിഫോർ ഫൈനൽ ഡിവിഡൻഡ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ഉള്ളത്. അടുത്തത് enumerate the assumptions of hypothesis of irrelevance theory of dividend. ഡിവിഡൻഡിന്റെ ഇറിലവൻസ് തിയറിയാണ് ഹൈപ്പോത്തസിസ് അഥവാ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി ഓഫ് ഡിവിഡൻഡ്. അതിന്റെ അസംഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ കൂടെ എന്ത് എഴുതി കൊടുക്കാം? ആദ്യം മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി ഓഫ് ഡിവിഡൻഡ് എന്നാണെന്ന് എഴുതി കൊടുക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദിസ് ഈസ് ആൻ ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന്റെ ഒരു ഇറിലവൻസ് കൺസെപ്റ്റ് ആണ്. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ. ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് മോഡിഗ്ലിയാനിയും മില്ലറുമാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ്. ഒരു നോ മാത്രം. ആകെ നമ്മുടെ മറ്റ് 2 തിയറിന്റെ ഇടയിൽ ഒരു നോ മാത്രം ആഡ് ചെയ്യാനേ ഉള്ളൂ. പിടുത്തം കിട്ടിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എന്ന്. ഓക്കെ, നേരിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം ബോർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആവില്ല. സംഭവം ക്ലിയർ ആണ്. റിലവൻസും ഇറിലവൻസും മോഡിയും അതുപോലെ തന്നെ മോഡിഗ്ലിയാനിയും അതുപോലെ തന്നെ ജെയിംസിന്റെയും വാൾട്ടറിന്റെയും തിയറി ആകെ 2 പോയിന്റ് വെച്ചിട്ട് മൊത്തം തിയറി എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ഐഡിയ ആണിത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാത്തവർ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ തിയറിയുടെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും, ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആയിരിക്കും, നോ ഏജൻസി കോസ്റ്റ്, നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ടാക്സ്. ആ നോ വരുന്ന 4 അങ്ങ് പഠിച്ചു. എന്നാൽ 4 അസംഷനായി. നോ ഏജൻസി കോസ്റ്റ്,
നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ടാക്സ്. അതുപോലെ തന്നെ ഫേമിനൊരു ഫിക്സഡ് ഡിവിഡൻഡ് പോളിസി ഉണ്ടാകും. ഹോമോജീനിയസ് എക്സ്പെക്ടേഷൻ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കുക. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തത് റാഷണൽ ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന, ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരിക്കും ഇൻവെസ്റ്റേഴ്സ്. അവർ ഒരിക്കലും ഇമോഷണലി ഡിസിഷൻ എടുക്കുന്ന ആളുകളായിരിക്കില്ല. ഓക്കെ, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും, റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, നോ ഏജൻസി കോസ്റ്റ്, നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ടാക്സ്. അതുപോലെ തന്നെ ഫേമിനൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഉണ്ടാകും. ഇൻവെസ്റ്റേഴ്സിന് ഹോമോജീനിയസ് എക്സ്പെക്ടേഷൻ ആയിരിക്കും. ഇനി എസ്സേ ആണ്. ഇതൊരു ഷുവർ എസ്സേ ആണ്. ഇതും ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റിങ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. രണ്ടിനും സെയിം ഫാക്ടേഴ്സ് കോമൺ ഉണ്ട്. നിങ്ങൾക്കൊക്കെ കോമൺ ഒക്കെ ആണല്ലോ വേണ്ടത്, പഠിക്കാൻ ഭയങ്കര മടിയാണല്ലോ എല്ലാം കൂടെ. അപ്പോൾ അത്തരത്തിൽ കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഡിവിഡൻറ്റിൻ്റെയും ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെയും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഫോർ എസ്സേ. അപ്പോൾ അത് ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഇനി കോമൺ പഠിക്കേണ്ടവർക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തരും, കാരണം 2 എസ്സേ നിങ്ങൾക്ക് കിട്ടും കയ്യിൽ. എക്സ്പ്ലെയിൻ വാരിയസ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാക്ടേഴ്സ് എന്ന് ചോദിക്കും, കൺസിഡറേഷൻസ് എന്ന് ചോദിക്കും, ഡിറ്റർമിനൻസ് എന്നൊക്കെ ചോദിക്കും. അതിന് നമുക്ക് ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും ഡിവൈഡ് ചെയ്യാം. ഇന്റേണലും എക്സ്റ്റേണലും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഈ സ്ക്രീനിൽ കൊടുത്ത ഈ ഒരു ടേബിൾ ആദ്യം വരച്ച് വെക്കുക. എസ്സേക്ക് പോരാ, ആദ്യം ഡിവിഡൻഡ് എന്താണ്, ഞാൻ പറയുന്ന പോലെ എഴുതിയാൽ മാത്രമാണ് 10 മാർക്ക് കിട്ടും. ആദ്യം ഡിവിഡൻഡ് എന്താണെന്ന് എഴുതുക, ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് എഴുതുക, അതിനുശേഷം ഈ ചാർട്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ടേബിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോന്നും എന്ത് ചെയ്യുക, ഒരു 2 ലൈനിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് ഒരു 4 പേജിനടുത്ത് എഴുതുക. 10 മാർക്ക് ഉറപ്പാണ്. എക്സ്പ്ലനേഷൻ നിങ്ങൾ കൈ നിട്ട് കൊടുത്താൽ മതി, പോയിന്റിനാണ് പ്രാധാന്യം. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ മോഡൽ ആൻഡ് വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് തിയറി. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്, അതിൻ്റെയൊക്കെ അസംഷനും ക്രിറ്റിസിസവും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ നോട്ട് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 9947050644. അപ്പോൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടവർക്കും ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടും. ഒരു കാര്യം പ്രത്യേകം പറയാണ്, FMSന്റെ നോട്ട് ചോദിച്ച് ഒരുപാട് ഫിനാൻസ് പഠിക്കുന്ന കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, സമയത്തിൻ്റെ കുറവ് മൂലമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിൻ്റെ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഈ വർഷവും നമുക്ക് ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇതുവരെ നിലവിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതിൻ്റെ റിപ്ലൈ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം തന്നെ, നിങ്ങളുടെ 5th സെം പഠിക്കുന്ന നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലും മറ്റ് ഫ്രണ്ട്സിനും എല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്